കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് സ്നേഹവന്ദനം. ആത്മീയ ചിന്തകളിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. സങ്കീർത്തനങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് രേഖപ്പെടുത്തി 1-ാം സങ്കീർത്തനം 1-ാം വാക്യം, ഇതിന്റെ ആദിഭാഗം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്നത് ദുഷ്ടന്മാരുടെ അടുക്കൽ പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ദുഷ്ടന്റെ അടുക്കൽ കടന്നു പോകാം, എന്നാൽ അവരിൽ ഒരുവനെ പോലെ ആയിത്തീരുവാൻ ഇടയാകരുത്. അവര് ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈതലിനെ പോലെ ആയിത്തീരും. ദുഷ്ടന്റെ ആലോചന ജീവിതത്തിൽ അനുഗ്രഹമല്ല. കാരണം അവൻ ദുഷ്ടനും അവനിൽ നിന്ന് പുറപ്പെടുന്നതും ദുഷ്ടത. അതുകൊണ്ട് അവന്റെ ആലോചന നമ്മൾ സ്വീകരിക്കാൻ പാടില്ല, അതിന് പ്രകാരം നടക്കാൻ പാടില്ല. സദൃശവാക്യം 8:7 ദുഷ്ടത സമ്പാദിച്ചാൽ ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. നീ ദുഷ്ടത കൊണ്ട് എന്തെല്ലാം നേടിയാൽ ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചാൽ അത് ഉപകാരപ്പെടുകയില്ല എന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തി. 2, ദുഷ്ടന്റെ വെളിച്ചം കെട്ടുപോകും എന്ന്. ദുഷ്ടനായ മനുഷ്യൻ വെളിച്ചമായി നിൽക്കുന്നുവെങ്കിലും അത് കെട്ടുപോകും, അത് നിത്യമായി കെട്ടുപോകുന്ന ഒരു അനുഭവം. 73-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ പാപിയുടെ ദുഷ്ടന്റെ ഉയർച്ച കണ്ട് സങ്കീർത്തനക്കാരൻ പരാതി പറയുന്നു. എന്നാൽ ദൈവം പറയുന്നു, അവനെ എവിടെ നിർത്തിയിരിക്കുന്നു എന്ന് നോക്കുക. അപ്പോൾ നോക്കിയപ്പോൾ കണ്ട കാഴ്ച വഴുവഴുപ്പിന്മയിൽ നിർത്തിയിരിക്കുന്നു. ഏത് സമയവും വീണു പോകാം. ദുഷ്ടന്റെ വെളിച്ചം കെട്ടുപോകും. അടുത്ത് പറഞ്ഞ ദുഷ്ടന്റെ മരണം പ്രതീക്ഷ നശിച്ചതെന്ന് സദൃശവാക്യം 14:32 വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദുഷ്ടനായ മനുഷ്യന്റെ മരണമെന്ന് പറയുന്നത് യാതൊരു പ്രതീക്ഷയുമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ആലോചന പ്രകാരമല്ല ഒരു ദൈവപൈതൽ നടക്കേണ്ടത്. പിന്നെ ആരുടെ ആലോചന പ്രകാരം നടക്കണം? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 29-ാമത്തെ വാക്യം. ആലോചനയിൽ അതിശയവാനായ ദൈവത്തിന്റെ ആലോചന പ്രകാരം. ആരുടെ ആലോചന പ്രകാരമാണ്? ആലോചനയിൽ അതിശയവാനായിരിക്കുന്നവരുടെ. മകനെ, മകളെ, അതെല്ലാം നിന്റെ വഴി എന്ന് പറഞ്ഞ തെറ്റായ വഴിയിലേക്ക് നമ്മുടെ കാൽച്ചൂടുകൾ എടുത്തു വയ്ക്കുമ്പോൾ നമ്മളെ തടഞ്ഞ നേരായ പാതയിലൂടെ നടക്കുവാൻ ആലോചന പറഞ്ഞു തരുന്നു വലിയവനായ ദൈവം. ആ ദൈവത്തിന്റെ ആലോചന, അതിൻ പ്രകാരം ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ, കാൽച്ചൂടുകൾ മുൻപോട്ട് വയ്ക്കുമ്പോൾ അത് നന്മയാണ്, അനുഗ്രഹമാണ്. ജീവിതത്തിൽ അതൊരു അലങ്കാരമാണ്. ദൈവത്തിന്റെ ആലോചന പ്രകാരം ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നടക്കും, എങ്ങനെ നടക്കണം? ഗലാത്യലേഖനം 5:16 ആത്മാവിനെ അനുസരിച്ച് നടക്കും, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക. സത്യത്തിന്റെ ആത്മാവ്, നീതിയുടെ ആത്മാവ്, സുബോധം വരുത്തുന്ന ആത്മാവ്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. റോമാലേഖനം 13:13 പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായി നടക്കുക. ഇരുട്ട് മൂടുമ്പോൾ മറ്റൊരു സ്വഭാവം, പകൽ സമയത്ത് വേറൊരു സ്വഭാവം. അതല്ല ക്രിസ്തുവാഗ്രഹിക്കുക. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ല. ക്രിസ്തുവിന്റെ അനുഗാമികളായിരിക്കും നമ്മൾ. ക്രിസ്തു നടന്ന പോലെ നടക്കുക നമുക്ക്. 3 ഫിലിപ്പിയ ലേഖനം 1:27 സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കണം. ആരാണ് സുവിശേഷം? കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. ആ ക്രിസ്തുവിന് യോഗ്യമാകുമെന്ന് നമ്മൾ നടക്കണം. 4 പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തിൽ നടക്കുക. എഫെസ്യ ലേഖനം 5:2 വാക്യം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നമുക്കൊരാലോചനക്കാരനായ ഒരു ദൈവം. ആ ദൈവത്തിന്റെ ആലോചന പ്രകാരം നടക്കുമ്പോൾ സ്നേഹത്തിൽ നടക്കുക, ലോക സ്നേഹത്തിലല്ല.
ലോകമനുഷ്യനെ സ്നേഹിക്കുവാൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. ആ സ്നേഹത്തെ തന്റെ മരണത്താൽ വെളിപ്പെടുത്തി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നടക്കുക. പ്രാണനെ വെച്ചു തന്ന സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ആ സ്നേഹത്തിൽ നടക്കുക നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാണ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ദുഷ്ടത കൊണ്ട് നിറയപ്പെട്ട ലോകത്ത് ദുഷ്ടതയുടെ ആലോചന ദുഷ്ടനിൽ നിന്ന് ലഭിക്കും. അതിൻ പ്രകാരം നടക്കുക. ആലോചനയിൽ അതിശയവനായിരിക്കും ദൈവത്തിന്റെ ആലോചന പ്രകാരം കാലിച്ചോട് മുമ്പോട്ട് വയ്പാൻ ഈ പകൽക്കാലം വരും ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.